بسم الله الرحمن الرحيم. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിൽ 47 ഹർഫുകൾ, അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു അത്ഭുത സൂറത്തുണ്ട്. പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റിയ സൂറത്താണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്ന നിഅമത്തുകൾ ഏറ്റവും വലിയ പർവ്വത സമാനമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് സാമ്പത്തികമായ ഐശ്വര്യത്തിന്റെ ഉറവ പൊട്ടി ഒലിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ആഫത്ത് മുസീബത്തില്ലാതെ അവർക്കും കുടുംബത്തിനും സന്തോഷകരമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായും കുടുംബത്തിൽ സ്വാലിഹീങ്ങളായ മക്കൾ പിറക്കണം, പിറന്ന മക്കൾ സ്വാലിഹീങ്ങളാകണം. ഈ മോഹമുള്ള മുഴുവൻ ഉമ്മമാരും ഉപ്പമാരും മറക്കാതെ ഡെയിലി ഓതേണ്ട സൂറത്താണ് നമ്മൾ ഇന്ന് പരാമർശിക്കുന്നത്. ആ സൂറത്തിന്റെ മറ്റു മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈറ് നമുക്ക് തുറന്നു നൽകും എന്നാണ് പറയുന്നത്. ആ ഖൈറുകൾ മുഴുവൻ കിട്ടാൻ, പ്രത്യേകിച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സൂറത്ത് ഓതുമ്പോൾ പ്രത്യേക നിഅമത്തുകളുണ്ട്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി ഇരുലോക വിജയികളിൽ നമ്മെ വേണ്ടപ്പെട്ടവരെ അല്ലാഹു ചേർക്കട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റിലൂടെ സന്തോഷം പറയുന്ന, മറ്റുള്ളവർക്ക് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുന്ന, ഈ വിജ്ഞാന വിരുന്നിൽ ദുആ കൊണ്ടൊക്കെ ഭാഗവാക്കാകുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നിഅമത്തും അല്ലാഹു ഏറ്റി നൽകട്ടെ. നമ്മുടെ രോഗങ്ങൾ, കടങ്ങൾ, പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റട്ടെ. അല്ലാഹു മരിച്ചുപോയ ഖബറിൽപ്പെട്ട നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൻ്റെ 114 സൂറകളിൽ ഏറ്റവും ചെറിയ സൂറത്ത്, എന്നാൽ അതിൻ്റെ ഫലമോ ഏറ്റവും വലിയ ഫലം, അത് ഓതുന്നവർക്ക് കിട്ടുന്ന ഫലം. പരിശുദ്ധ ഖുർആനിൽ 3 ആയത്തുള്ള അതിനേക്കാൾ ചെറിയൊരു സൂറത്ത് ഖുർആനിൽ മറ്റൊന്നില്ല. പരിശുദ്ധ ഖുർആനിൽ 47 ഹർഫുകൾ മാത്രമുള്ള കുഞ്ഞു സൂറത്ത് നമുക്ക് മനപ്പാഠം, എല്ലാവർക്കും, ഒരാൾക്കും മനപ്പാഠം ഇല്ലാത്തവരുണ്ടാകില്ല. അത്രയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞ അത്ഭുതം എന്ന് പറഞ്ഞാൽ കുറവാകും, അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായൊരു സൂറത്ത്, പരിശുദ്ധമായ സൂറത്തുൽ കൗസർ. അൽ കൗസർ എന്ന് പറയുന്ന അധ്യായം എന്താ? അതിൻ്റെ മീനിങ് എന്താ? ധാരാളം നിഅമത്ത്, ധാരാളം ഖൈറ് എന്നാണ് അൽ കൗസറിൻ്റെ അർത്ഥം, ഒരർത്ഥം. അപ്പോൾ ഈ അർത്ഥം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊന്ന് പാരായണം ചെയ്യുക. ഒരു ദിവസം ഒരു വട്ടം നമുക്ക് ഓതാൻ കഴിഞ്ഞാൽ, ആലോചിച്ച് നോക്കേ, അതിനേക്കാൾ ചെറിയ സൂറത്തില്ല. അൽഹംദുലില്ലാ, കിട്ടാൻ പോകുന്നത് അൽ കൗസറാണ് എന്ന് പറഞ്ഞാൽ ധാരാളം ഖൈറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒറ്റ സൂറത്ത് കൊണ്ട് നൽകാൻ പോവാ. എന്താ സൂറത്തിൻ്റെ അത്ഭുതം എന്നറിയോ? സൂറത്തിൻ്റെ അത്ഭുതം, ഈ പരിശുദ്ധമായ സൂറത്ത് അവതരിച്ചപ്പോൾ മക്കയിലെ ഖുർആൻ വിരോധികളായ മുശ്രിക്കീങ്ങളായ ആളുകൾ ഓടിച്ചെന്നു. ആരുടെ മുന്നിൽ? ലബീദ് ഇബ്നു റബീഅ എന്ന് പറയുന്ന വലിയ സാഹിത്യകാരൻ, പിന്നീട് അവിടെ നിന്ന് മുസ്ലിമായി സ്വഹാബിയായി റളിയല്ലാഹു അൻഹു. അന്ന് സ്വഹാബിയായിട്ടില്ല, പക്ഷേ എന്നാലോ അദ്ദേഹം സാഹിത്യത്തിൽ ഏറ്റവും വലിയ നിപുണനാണ്, സാഹിത്യത്തിൽ ഏറ്റവും വലിയ പാണ്ഡിത്യത്തിൻ്റെ കുലപതിയാണ്. നിമിഷങ്ങൾ കൊണ്ട് 5000, 6000 സാഹിത്യ സമ്പുഷ്ടമായ പദ്യങ്ങൾ എഴുതുന്ന വലിയ സാഹിത്യകാരൻ, ചെറിയ ആളല്ല. അദ്ദേഹം ഒരു സദസ്സിൽ വന്നിരുന്നാൽ സജദു ലഹു, അവിടെ കൂടിയിരുന്ന ബാക്കിയുള്ള ആളുകൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുമായിരുന്നു. അത്ര വലിയ ഖേമനാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഓടിച്ചെന്നു ആളുകൾ, അല്ലയോ റബീഅ, ഞങ്ങളെന്ന് ഹെൽപ്പ് ചെയ്യണം, ഖുർആനിന് ഇത്രയും നാൾ നമുക്ക് പകരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഖുർആൻ്റെ വെല്ലുവിളി ഉണ്ടല്ലോ, ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഖുർആനെ നിങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു സൂറത്ത് കൊണ്ടുവരാൻ. ഈ വെല്ലുവിളിയുടെ മുന്നിൽ വലിയ വലിയ സൂറത്തുകളാണ്. ഒരു കുഞ്ഞു സൂറത്ത് കിട്ടിയില്ല, ഒറ്റ വരി മാത്രമുള്ള 47 ഹർഫുകൾ മാത്രമുള്ള കുഞ്ഞൊരു സൂറത്ത് അവതരിച്ചപ്പോൾ മക്കക്കാർക്ക്, ഖുർആനിൻ്റെ വിരോധികൾക്ക് വല്ലാത്ത സന്തോഷമായി. അവർ തുള്ളിച്ചാടി നേരെ ലബീദിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞു, നമുക്ക് നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട്, ഒരു സൂറത്ത്, കുഞ്ഞു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്, അതിനു പകരം നമുക്കൊരു അധ്യായം കൊണ്ടുവന്നാൽ മുഹമ്മദിനെ പരാജയപ്പെടുത്താം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലബീദ് ഇബ്നു റബീഅ പറഞ്ഞു, നിങ്ങൾ ആ ഖുർആനിൻ്റെ ആയത്തൊന്ന് പറയും എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ആ പരിശുദ്ധമായ സൂറത്തുൽ കൗസർ കഅബയുടെ മുന്നിൽ പരിശുദ്ധമായ ആ സൂറത്ത് മനോഹരമായി എഴുതി കെട്ടിത്തൂക്കിയിരുന്നു എന്നാണ്. അപ്പോൾ ഈ പരിശുദ്ധമായ സൂറത്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ലബീദ് ഇബ്നു റബീഅക്ക്. അത് കേട്ടപ്പോൾ ലബീദ് ഇബ്നു റബീഅ പറഞ്ഞു, എന്നെക്കൊണ്ട് ഇതിന് പകരം കൊണ്ടുവരാൻ സാധിക്കില്ല. അവർ നിർബന്ധം പിടിച്ചു, നിങ്ങൾ ഒന്ന് നോക്കിൻ, ഒന്ന് പരിശ്രമിക്കിൻ,
നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും, എന്നിട്ട് ഈ സൂറത്തിന് പകരം കൊണ്ടുപോകാം, നമുക്കൊന്ന് പരാജയപ്പെടുത്താമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഈ 3 ആയത്തുള്ള സൂറത്തിന് 4ാമത് വേറെ ഒരു ആയത്ത് കൂടെ ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഒരു കഷണം കൂടെ വേണി ചേർത്ത് കൊടുക്കാം, അതല്ലാതെ എനിക്ക് പകരം കൊണ്ടുവരാൻ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് സാധ്യമല്ല. എന്നിട്ട് അദ്ദേഹം ചേർത്ത് കൊടുത്ത വരി എന്താണെന്നറിയോ? പരിശുദ്ധമായ സൂറത്തുൽ കൗസർ ഓതിക്കേൽപ്പിച്ചിട്ട്, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ മാ ഹുവ ഖൗലുൽ ബശർ. മാ ഹുവ ഖൗലുൽ ബശർ എന്ന വരിയാണ് അദ്ദേഹം ചേർത്ത് കൊടുത്തത്. എന്താത് മാ ഹുവ ഖൗലുൽ ബശർ? ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇത് അത്ഭുതപ്പെടുത്തുന്ന വാക്കാണ്, ഇത് ഏറ്റവും വലിയ ലോകത്തിൻ്റെ നിയന്താവിൻ്റെ വാക്ക് പോലെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പരാമർശം നടത്തി അന്ന് ലബീദ് ബിൻ റബീഅ നേരെ പോയി പരിശുദ്ധ റസൂലിന്റെ മുന്നിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. ആ സെക്കൻഡിൽ മുസ്ലിമായി ലബീദ് ബിൻ റബീഅ, ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരൻ, അറബി സാഹിത്യം കൊണ്ട് അമ്മാനമാടുന്ന മനുഷ്യൻ, ഖുർആനിന്റെ ഒറ്റ വരിയിൽ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലേക്ക് വന്നു. ആ പരിശുദ്ധം അത്ര പവറാണ് ആ സൂറത്തിന്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് മഹത്വങ്ങൾ ആ സൂറത്തിന് പറയുന്നുണ്ട്. നാലുസുഖി കേട്ടോളൂ, ഞാനൊന്ന് ഓടിച്ചു പറയാം. പരിശുദ്ധമായ സൂറത്തുൽ കൗസറിന്റെ ഏറ്റവും കുഞ്ഞ അധ്യായത്തിന്റെ മഹത്വം, ഖുർആനിന്റെ ഏറ്റവും ചെറിയ സൂറത്ത്, അതാണ് ഒന്നാമത്തെ മഹത്വം, ഒന്നാമത്തെ പവർ. രണ്ടാമത്തത്, പരിശുദ്ധമായ ഖുർആനിൽ മീം എന്ന് പറയുന്ന ഹർഫ്, അറബി സാഹിത്യത്തിൽ വലിയ സ്ഥാനമാണ് മീം എന്ന് പറയുന്ന ഹർഫിന്. ആ മീം എന്ന് പറയുന്ന ഹർഫ് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ സൂറത്തിന് അള്ളാഹു അലങ്കരിച്ചിരിക്കുന്നത്. മീമില്ലാത്ത സൂറത്താണ് സൂറത്തുൽ കൗസർ. ആ ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകതയാണ്, ഈ പരിശുദ്ധമായ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യം മുഴുവനും ഒഴിവായി പോയിട്ട് പരിശുദ്ധമായ സമ്പൽ സമൃദ്ധിയെല്ലാം ഉറവ പൊട്ടി വരുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം മുഴുവൻ കഷ്ടപ്പാടൊക്കെ മാറും, സമ്പത്തിങ്ങനെ ഉറവ് പൊട്ടി അവർക്ക് വലിയ സന്തോഷകരമായി വരുന്ന വലിയ മഹാഭാഗ്യം ഈ സൂറത്തിൻ്റെ പാരായണത്തിലൂടെ. മറ്റൊരു പ്രത്യേകതയാണ്, ശത്രുക്കൾ അവർക്കെതിരെ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും. നമ്മൾ ആര് ശത്രുതയോടുകൂടെ നമ്മുടെ മുന്നിൽ വന്നാലും അവർക്കെതിരിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും, ശത്രുക്കൾ പരാജയപ്പെടും ഇത് പാരായണം ചെയ്താൽ. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഹൗദുൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 ഹൗദ് ഉണ്ട് എന്ന് തഫ്സീറിന്റെ കിതാബിൽ കാണാം. ഒന്ന് മഹ്ശറിലെ വിചാരണ, നന്മതിന്മകൾ തൂക്കപ്പെടുക, അതിനുശേഷമാണല്ലോ നരകം സ്വർഗം. അതിനു മുമ്പായി പരിശുദ്ധമായൊരു ഹൗലുണ്ട്, വലിയൊരു തടാകമുണ്ട്, പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ മധുരമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ഒരിറുക്ക് വെള്ളം അതിൽ നിന്ന് തൊണ്ടയിലൂടെ ഇറങ്ങിയാൽ ഒരിക്കലും പിന്നെ അവർക്ക് ദാഹം ഉണ്ടാവില്ല എന്നാണ്. സ്വർഗത്തിൽ ചെന്നാലും ഉണ്ടാവില്ല, എവിടെയും ദാഹം ഉണ്ടാവില്ല, അത്രയേറെ മനോഹരമാണ് അത്. സ്വർഗത്തിന് മുമ്പ് തന്നെ സ്വർഗത്തിലും മറ്റൊരു ഹൗദ് പുണ്യ റസൂലിനുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 ഹൗദിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ റസൂലിന്റെ കൈകൾ കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കോരിത്തരാൻ ഭാഗ്യം കിട്ടും അത്രേ ഈ സൂറത്ത് പാരായണം ചെയ്താൽ. ഞാൻ ഓടിച്ച് പറഞ്ഞു പോവാണ്. മറ്റൊരു പ്രത്യേകത, 6ാമത്തെ ഒരു പ്രത്യേകത, എല്ലാ വെള്ളിയാഴ്ചയിലും, വെള്ളിയാഴ്ച രാവാണല്ലോ, ഈ വെള്ളിയാഴ്ച രാവിൽ, എല്ലാ വെള്ളിയാഴ്ച രാവിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ പരിശുദ്ധമായ സൂറത്തുൽ കൗസർ 100 വട്ടം വീതം പാരായണം ചെയ്യുന്നു. അങ്ങനെ 11 വെള്ളിയാഴ്ച കംപ്ലീറ്റ് ചെയ്താൽ അൽഹംദുലില്ലാഹ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മനാമിൽ, അവരുടെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പുഞ്ചിരിക്കും എന്ന് വലിയ അത്ഭുതകരമായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് അതിൻ്റെ ഭാഗ്യം കിട്ടാൻ കാരണമായി സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ വേണ്ടതുപോലെ മര്യാദയോടുകൂടെ ഓതിയ ആളുകൾ പുണ്യനബിയെ കാണാത്തവർ കുറവാണ്. വലിയൊരു ഭാഗ്യം കിട്ടും, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾ നമ്മുടെ അൻവാർ എഫ്എസിൻ്റെ കുടുംബത്തിൽ എമ്പാടുമുണ്ട്. അങ്ങനെ പല ദിക്റുകളും ദുആകൾ കൊണ്ട് സന്താന സൗഭാഗ്യം ഉണ്ടായവരുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട, സന്താന സൗഭാഗ്യത്തിന് പരിഗണിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ. ഏറ്റവും പവറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ മരിച്ചു പോയപ്പോൾ ആക്ഷേപിക്കാൻ വേണ്ടി ശത്രുക്കൾ തുള്ളിച്ചാടിയ വാക്കുൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത്, കണ്ടോ? അപ്പോൾ അള്ളാഹു സമാശ്വസിപ്പിച്ചു, ഒരുപാട് ഖൈർ തരും നബിയെ എന്ന്. അപ്പോൾ മക്കൾ ഇല്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾ, അവർക്ക് വലിയ സന്തോഷമാണ്. ഉണ്ടാകുന്ന മക്കളൊക്കെ മരിച്ചു പോവുക, എപ്പോഴും അബോർഷൻ നടക്കുക, ഒരു പ്രഗ്നൻ്റായി വലിയ പ്രതീക്ഷയിൽ പിന്നെ അബോർഷനായി പോവുക, അല്ലെങ്കിൽ ഉണ്ടായ മക്കൾ മരിച്ചു പോവുക. എമ്പാടും ആളുകൾക്ക് ആ പ്രയാസമുണ്ട്. ആ പ്രയാസത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തു അത്രേ. പരിശുദ്ധമായ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധമായ സൂറത്തുൽ കൗസർ 7 വട്ടം വീതം, 1 മിനിറ്റ് വേണ്ടല്ലോ, 7 വട്ടം പാരായണം ചെയ്യുക, 41 ദിവസം. അൽഹംദുലില്ലാഹ്, നല്ലൊരു റിസൾട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഓതുന്ന ആളുകൾക്ക് കൊണ്ടുവന്നു തരും.
അള്ളാഹുവെ പടച്ചവനെ, എത്ര വലിയ മഹാഭാഗ്യമാണ് ഈ സൂറത്ത് കൊണ്ട് അള്ളാഹു തരാൻ പോകുന്നത്. അപ്പോൾ വലിയ മഹാഭാഗ്യം. അതേപോലെ തന്നെ പരിശുദ്ധമായ സൂറത്തുൽ കൗസർ 7 വട്ടം വീതം പാരായണം ചെയ്യുക ഒരു ദിവസം. ഇന്ന് 7 വട്ടം, നാളെ 7 വട്ടം, അങ്ങനെ നമ്മുടെ ലൈഫ് ടൈം മുഴുവനും. ഇപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചുള്ള ഖുർആൻ ഓതാൻ പറ്റുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഏതൊരു അമൽ കേട്ടാലും സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ, അവർ ആക്റ്റീവാണ്, നമുക്കറിയാത്. അപ്പോൾ അവർ സജീവമായിട്ട് ചെല്ലുമ്പോൾ ചില ദിവസങ്ങളിൽ അവർക്ക് ഖുർആൻ ഓതാൻ പറ്റാത്ത ദിവസം ഉണ്ടാവും. ഖുർആൻ ഓതാൻ പറ്റാത്ത ദിവസത്തിൽ അവർ ഓതിയില്ല എന്ന് കരുതി അവർക്ക് പോരിശൊന്നും കുറയില്ല. അവർക്ക് പറ്റുമ്പോൾ അവർ കൃത്യമായി ഓതുന്നവരായ മതി, കണ്ടിന്യൂ ചെയ്താൽ മതി. ഇനി അവർക്ക് ഓതാൻ പറ്റാത്തൊരു ദിവസം സൂറത്തുൽ കൗസർ, ഇപ്പോൾ കാവലിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ, സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരു പരിശുദ്ധമായ മഹത്വമൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത ഖൈറ് കിട്ടാൻ വേണ്ടി കാരണമാകുന്ന ഒരു ദിക്ർ എന്നുള്ള നിയത്തിൽ സഹോദരിമാർക്ക് വേണമെങ്കിൽ അവർ അശുദ്ധിയുടെ സമയങ്ങളിൽ ഓതാവുന്നതാണ്. ശുദ്ധിയുടെ സമയങ്ങളിൽ ഏതായിരുന്നാലും അവർക്കൊരു കുഴപ്പമില്ലല്ലോ, അത് കണ്ടിന്യൂ ആയിട്ട് അങ്ങോട്ട് പോയാലും മതി. തീർച്ചയായിട്ടും അതിൻ്റെ പോലീസ് എല്ലാം കിട്ടും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട മസലയാണ്. അങ്ങനെ പതിവായി പോന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവന മാർഗം നമുക്ക് തുറന്നു നൽകും. സമ്പൽ സമൃദ്ധി നമുക്ക് കൊണ്ടുവന്ന് തരും. നേരത്തെ പറഞ്ഞല്ലോ, സമ്പത്തിൻ്റെ സാമ്പത്തികമായ ഉറവ പൊട്ടി വരുമെന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാല്, സമ്പത്ത്, ബറക്കത്ത്, ഐശ്വര്യം, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വല്ലാത്ത ബറക്കത്ത് നിറച്ചു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, കൈപിടിക്കുന്ന സൂറത്താണ് സൂറത്തുൽ കൗസർ. അതേപോലെ മറ്റൊരു പ്രത്യേകതയാണ്, 9ാമത്തെ പ്രത്യേകത, നമുക്ക് ഒരു കാരണവശാലും മോഷണത്തിൻ്റെ ശല്യം, നമ്മുടെ സാമ്പത്തികമായോ നമ്മുടെ വീടിൻ്റെ ഒന്നും മോശനം വന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകാതെ വലിയ കാവലുണ്ടാക്കുമെന്നാണ്. 10ാമത്തെ പ്രത്യേകത, 129 തവണ പരിശുദ്ധമായ ഈ സൂറത്തുൽ കൗസർ ഒരാൾ പാരായണം ചെയ്താൽ, ചെറിയ സൂറത്തല്ലേ, ഒരു വരി കൊണ്ട് നമുക്ക് ഓതാൻ പറ്റുമല്ലോ, 129 തവണ അവർക്ക് മറവി രോഗം, അവരുടെ ബുദ്ധിയിൽ കൂടുതൽ സേവാകുക, ഇല്ലാത്ത ബുദ്ധിമുട്ട്, മറവി ഉണ്ടാവുക, അതിൽ നിന്ന് വലിയ കാവലുണ്ടാകുമെന്നാണ്. 11ാമത്തെ പ്രത്യേകത, അവരുടെ ഹൃദയം വിശാലമാകും. ഹൃദയത്തിന് നല്ല വിശാലത, നല്ല റാഹത്ത്, ഏത് നന്മയും സ്വീകരിക്കാൻ പറ്റുന്ന, ഏത് പ്രയാസങ്ങളെ നേരിടാൻ പറ്റുന്ന ഒരു വിശാലമായ മനസ്സ്, എല്ലാവരോടും ചിരിക്കുന്ന നല്ലൊരു മനസ്സ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. മറ്റൊരു പ്രത്യേകത, മഴ പെയ്യുന്ന നേരത്ത്, ഇപ്പോൾ നല്ല മഴയുടെ സീസണാണല്ലോ, മഴ പെയ്യുന്ന നേരത്ത് 100 വട്ടം സൂറത്തുൽ കൗസർ നിങ്ങളൊന്ന് ഓതി നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓതി നോക്കി 100 വട്ടം സൂറത്തുൽ കൗസർ. ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് അവിടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വാക്കാണ് ഞാൻ ഈ പറയുന്നത്. വലിയ സൗഭാഗ്യമാണ്. സൂറത്തുൽ കൗസർ 100 വട്ടം മഴ പെയ്യുന്ന നേരത്ത് ഒരു വിശ്വാസിനെ ഓതിയിട്ട് പടച്ചവനോട് അവർക്ക് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു നോക്കി. അൽഹംദുലില്ലാ, അത് ഒരു കാര്യമാകട്ടെ, 1000 കാര്യമാകട്ടെ, 1000 മുറാദ് ഒരാൾക്ക് ആശുവാക്കി എടുക്കണം. എന്താ മാർഗം? മഴ പെയ്യുമ്പോൾ ഈ സൂറത്ത് ഒരു 100 വട്ടം ചെയ്യുക. പടച്ചവനെ, ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ കാര്യം നടത്തി തരണേ അല്ലാഹ് ചോദിച്ചു നോക്കി നിങ്ങൾ. അൽഹംദുലില്ലാ, അള്ളാഹിൻ്റെ വലിയ സഹായമോടെ ഇറങ്ങും. അതേപോലെ തന്നെ ഈ പരിശുദ്ധമായ സൂറത്ത് നമ്മൾ എഴുതിയിട്ട് അത് നമ്മൾ ചുമന്നാൽ, എഴുതി അത് കൊണ്ടു നടന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ചുമന്നാൽ, അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ അത് കൊണ്ടു നടന്നാൽ തീർച്ചയായും ആഫത്ത്, മുസീബത്തുകൾ, ചതികൾ അതിൽ അകപ്പെടുക, അതിൽ നിന്ന് നല്ല കാവലുണ്ടാവും. ഒരു അപകടത്തിലും പെടില്ല. വലിയ കാവൽ ഈ സൂറത്തിനുണ്ട് എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, പനിനീരിൽ നമ്മൾ മന്ത്രിക്കുക. ഈ പരിശുദ്ധമായ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക, പനിനീർ വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് പാരായണം ചെയ്യുക. 1 വട്ടോ 3 വട്ടോ 7 വട്ടോ നമ്മൾ പാരായണം ചെയ്യുക. പാരായണം ചെയ്തിട്ട് അതിലേക്ക് ഊതുക. എന്നിട്ട് ആ പനിനീർ വെള്ളം നമ്മളെ കണ്ണിൽ നമ്മൾ ഉറ്റിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ണിൽ നമുക്ക് ഉറ്റിച്ചു കൊടുക്കാൻ കഴിയുന്ന, നമുക്ക് വിശ്വസനീയമായ, കെമിക്കലില്ലാത്ത, കണ്ണിൽ തേച്ചാൽ പ്രയാസമില്ലാത്ത, ഇപ്പോൾ കുടിക്കാനൊക്കെ കഴിയുന്ന അത്രയേറെ പ്യൂറായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പനിനീർ വെള്ളം അല്ലെങ്കിൽ പിന്നെ റോസ് വാട്ടർ വീട്ടിലുണ്ടാക്കണം. അതൊക്കെ നമുക്ക് അതിൻ്റെ റെമഡികളൊക്കെ കൃത്യമായിട്ട് പറയുന്ന നമുക്ക് ചില പരിപാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ പരിശോധിച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് പ്യൂറായിട്ട് ഉണ്ടാക്കിയിട്ടാകാം, അല്ലെങ്കിൽ വാങ്ങിയതാകാം നല്ല സാധനമാണെങ്കിൽ അതിലേക്ക് ഊതിയിട്ട് കണ്ണിലേക്ക് ആ വെള്ളം തേച്ചു കൊടുത്താൽ അൽഹംദുലില്ലാ കണ്ണിൻ്റെ കാഴ്ച കുറവുകൾ നികത്തിയിട്ട് കണ്ണ് തിളങ്ങാൻ തുടങ്ങും എന്നെല്ലാം അതിൻ്റെ മഹത്വം, അതിൻ്റെ പവറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈറും ബറക്കത്തും നൽകുന്ന, നിഅമത്തുകൾ എമ്പാടും വാരിക്കോരി നൽകുന്ന, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി നൽകുന്ന ഒരു പരിശുദ്ധമായ സൂറയാണ് ഖുർആനിൻ്റെ ഏറ്റവും ചെറിയ സൂറ, എന്നാൽ മഹത്വത്തിലോ ഏറ്റവും വലിയ മഹത്വം. അപ്പോൾ ഈ ഒരു പോരിശ നമുക്ക് കിട്ടാൻ ഇന്നത്തെ ദിവസം മുതൽ, ഇന്നത്തെ പകലും ഇന്നത്തെ രാവും നമ്മുടെ ജീവിതത്തിലെല്ലാം, ഇത് വെള്ളിയാഴ്ച രാവ് മാത്രം, തിങ്കളാഴ്ച രാവ് മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം മാത്രമല്ല, നമ്മുടെ ലൈഫ് ടൈം മുഴുവനും ഈ സൂറത്തൊന്ന് കൊണ്ടു നടക്കി. അൽഹംദുലില്ലാ, എത്ര ബറക്കത്താണ്. നിസ്കാരത്തിലൊക്കെ നമ്മൾ പാരായണം ചെയ്യൂലേ,
കേവലം 3 ആയത്ത് മാത്രമേ ഉള്ളൂ, 47 ഹർഫുള്ളൂ. പക്ഷെ കിട്ടാൻ പോകുന്നത് 47,000 നന്മ പോലുമല്ല, അതിനേക്കാൾ എമ്പാടുമാണ്. അപ്പോൾ ഈ നന്മകളൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത സിദ്ധിയുള്ള സൂറത്താണ് പരിശുദ്ധമായ സൂറത്തുൽ കൗസർ. അതിൻ്റെ അർത്ഥം മീനിങ് പറയും, പേര് പറയും പോലെ അൽ കൗസർ, ധാരാളം തരും നബി എന്ന് പറഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ധാരാളം കിട്ടാൻ പോകുന്ന സൂറത്താണ് ഈ പരിശുദ്ധമായ സൂറത്ത്. അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഖൈറും ബറക്കത്തും നിഅമത്തും ഉണ്ടാക്കുന്ന സൂറത്താണ്. പ്രത്യേകിച്ച് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണാൻ പറ്റുന്ന സൂറത്താണ് ഈ സൂറത്ത്. നമ്മൾ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 7 വട്ടം വീതം പതിവായി ഓതിപ്പോന്നാൽ സാമ്പത്തിക ഉറവ് പൊട്ടി ഒലിക്കും നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്. അത്രയേറെ പോരിശയാണ്. ഇത് എഴുതി സൂക്ഷിച്ചാൽ, എഴുതി നമ്മൾ ചുമന്നുകൊണ്ട് നടന്നാൽ അൽഹംദുലില്ലാഹ് ആഫത്ത് മുസീബത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എമ്പാടും കാവലാണ്, നമ്മൾ പ്രത്യേകം ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാരായ സഹോദരിമാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ പെൺമക്കൾ, അവിടെ അശുദ്ധിയുടെ പിരീഡ് സമയങ്ങളിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നിർബന്ധമായിട്ടും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവർ ചില പിരീഡിൻ്റെ സമയമാണെന്ന് കരുതിയിട്ട് ചില നിസ്കാരങ്ങൾ ഒഴിവാക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ അവർ വലിയ കുറ്റക്കാരാകും നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ. അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ട്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ പഠനം അൽഹംദുലില്ലാഹ് നമ്മുടെ അൻവാർ ഫസൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഈ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ആ ക്ലാസ് കേൾക്കാവുന്നതാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ കേൾക്കണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അതിൽ ഒരു ബുഖലും നമ്മൾ കാണിക്കാൻ പാടില്ല. അതിൽ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പിശുക്കുണ്ടാകാൻ പാടില്ല. വിജ്ഞാനത്തിൽ പിശുക്കിയാൽ അള്ളാഹുവിൻ്റെ റിസ്ക്കിൽ അള്ളാഹു പിശുക്ക് നമുക്ക് തരൂല്ല. അപ്പോൾ റിസ്ക്ക് അള്ളാഹു ധാരാളം നമുക്ക് കോരിത്തലും. അള്ളാഹുവിൻ്റെ വിജ്ഞാനം നമ്മൾ അങ്ങോട്ട് പ്രസരിപ്പിച്ച് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യിക്കുക. പരമാവധി ഒരുപാട് ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വിജ്ഞാനങ്ങളാണ്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് പരിശോധിക്കുക, പഠിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇരുലോകത്തും വിജയകരമായ, ഇരുലോകത്തും അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്ന നല്ല അമലായി നമ്മുടെ ഈ ക്ലാസ്സും നമ്മുടെ ഇതിന് ശേഷമുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹു നമുക്ക് തൗഫീക്ക് അതിൻ്റെ നിഅമത്തോടെ ചേർത്തി തരട്ടെ. ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക് ഡെയിലി കേൾക്കുന്നവരാണ്. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ചൊല്ലാൻ കൊടുത്ത, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ ദിക്റിൻ്റെയും എഴുതാൻ പറഞ്ഞ സ്വലാത്തുകളുടെയും ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളുടെയും ദുആകളുടെയൊക്കെ മഹത്വം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ പേർ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയലൊരു മടിയായതുകൊണ്ടാണ്. അങ്ങനെ പറയാനാണെങ്കിൽ അൻവാർ ഫജറിൻ്റെ ക്ലാസ് മാറ്റി വെച്ച് അത് പറയാൻ തന്നെ നമ്മൾ പ്രത്യേകം ഒരു ക്ലാസ് തന്നെ നടത്തേണ്ടി വരും. അത്രയേറെ ഒരുപാട് മുഅ്മിനീങ്ങളായ ഉമ്മമാർ ഉപ്പമാരുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. പലതും നമ്മുടെ ക്ലാസ്സിൽ ചൊല്ലുന്നതിൻ്റെ അതൊന്നും പറയുന്നില്ല നമ്മൾ. ഏതായിരുന്നാലും നിങ്ങൾക്കെല്ലാവർക്കും അനുഭവമാണ്. ഒരാൾക്കെങ്കിലും ഒരു അനുഭവം കയറി വന്നിട്ടുണ്ടാവും. കാരണം ഇത് അത്ര കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ പറയുന്ന ഖുർആനിൻ്റെയും അദ്കാറുകളുടെയും സ്വലാത്തുകളുടെയും ഒക്കെ പോരിശയാണ്. അള്ളാഹു ഒന്നും ഒഴിവാക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നിഅമത്തും റഹ്മത്തും റാഹത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ മാറ്റട്ടെ, വിഷമങ്ങൾ മാറ്റട്ടെ, രോഗങ്ങൾ മാറ്റട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله ألا يا داخل الجنة تبشرنا بما فيها ألا يا داخل